ഏവർക്കും നമസ്കാരം. ഞാൻ കുരിപ്പുഴ സുരേന്ദ്രൻ. യോഗയുടെ രണ്ടാമത്തെ ടേംസായ നമ്മൾ പത്മാസനക്രിയയിൽ സുഖാസനക്രിയയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാലം പൂട്ടിയിരിക്കുക, കാലുകൾ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് നമ്മൾ സദ്യക്കൊക്കെ ഇരിക്കുന്നവണ്ണം ഇരിക്കുക. എന്നിട്ട് കൈകൾ പറയപ്പെടുന്ന ഏറ്റവും ഫ്രീ ആയിട്ട് മുൻപോട്ട് നീട്ടിയിടുക. അത് ചൂണ്ടുവിരലും തള്ളവിരലുമായിട്ട് ബന്ധിപ്പിക്കുക. ഈ പൊസിഷനിൽ ഇരിക്കുക. ഇരുന്നിട്ട് വളരെ സാവകാശം ശ്വാസം എടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ശ്വാസം മെല്ലെ വിടുക. ഒരല്പസമയം വിശ്രമിക്കുക. വീണ്ടും ശ്വാസം എടുക്കുക മെല്ലെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ശ്വാസം വിടുക. വീണ്ടും ഒരല്പസമയം വിശ്രമിക്കുക. വീണ്ടും ശ്വാസം മെല്ലെ എടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ശ്വാസം വിടുക. ഇങ്ങനെ കുറഞ്ഞത് ഇപ്പോൾ 3 പ്രാവശ്യം ഞാൻ ആവർത്തിച്ചു. ഇത് 5 പ്രാവശ്യം വരെ ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ലങ്സുകൾക്ക് വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വന്നു ചേരാൻ കഴിയും. അതുപോലെ തന്നെ കൈകാലുകൾക്കുള്ള തരിപ്പുകൾ, അങ്ങനെയുള്ള പെരുപ്പുകൾ, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കുന്നതാണ്. പിന്നെ ശ്വസനക്രിയയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയപ്പെടുന്നത് രക്തചംക്രമണത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ആസനം കൂടിയാണിത്. ഇത് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും നമുക്ക് അടുത്ത അമറയിലേക്ക് കടക്കാം. നമസ്കാരം.